വാൽപ്പാറയില് നടന്ന ദാരുണ വാഹനാപകടത്തില് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം സഹായധനം നൽകാന് മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലപ്പുറം പാങ്ക് സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും കുടുംബാംഗങ്ങളും സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് നടപടി. ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബങ്ങൾക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായധനം ലഭിക്കുക. മരിച്ച മറ്റ് അധ്യാപകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നിലവിലുണ്ടെന്ന് അധികൃതര് അറിയിച്ചു. അപകടത്തിൽ മരിച്ച സ്കൂൾ ബസ് ഡ്രൈവര് നൌഷാദ് അലി, പാചകത്തൊഴിലാളികളായ സാജിദ, റുഖിയ, ഷക്കീല, വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹിഷാം എന്നിവരുടെ ബന്ധുക്കൾക്കാണ് സഹായധനം നൽകുന്നത്. പരിക്കേറ്റവർക്കുള്ള ചികിത്സാചിലവും സർക്കാർ പൂർണ്ണമായും വഹിക്കും. മരിച്ച അധ്യാപികയുടെ മകന് മുഹമ്മദ് ഷഹാദ്, മറ്റൊരു അധ്യാപികയുടെ മകള് മസ്നീന്, വാഹന ഡ്രൈവർ മുഹമ്മദ് ഫാഹിസ് എന്നിവർക്കുള്ള ചികിത്സയ്ക്കായി ആവശ്യമായ മുഴുവൻ തുകയും അനുവദിക്കും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇൻഷുറൻസ് പരിരക്ഷയുള്ളവർക്ക് ഇൻഷുറൻസ് തുകയ്ക്ക് പുറമെ ചെലവായ അധിക ചികിത്സാചിലവും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇതിനിടെ 12ാം ശമ്പള കമ്മീഷന്റെ സുഗമ പ്രവർത്തനത്തിനായി 14 അധിക തസ്തികകൾ സൃഷ്ടിച്ച ഉത്തരവ് സാധൂകരിക്കാനും മന്ത്രിസഭ അംഗീകാരം നൽകി. വാൽപ്പാറ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും ചികിത്സയിലുള്ളവർക്കും ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ നടപടിയെ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അഭിനന്ദിച്ചു. യുപി സ്കൂളിലെ അധ്യാപകർക്ക് ജീവനക്കാരും കുടുംബാംഗങ്ങളും സഞ്ചരിച്ച വാഹനം മറിഞ്ഞ് ദാരുണമായ അപകടമാണ് സംഭവിച്ചത്. 10 വിലപ്പെട്ട ജീവനുകളാണ് നഷ്ടമായത്. മരിച്ചവരിൽ പലരും സർക്കാർ ജീവനക്കാരായതിനാൽ ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെ കാര്യങ്ങളിൽ ആവശ്യമായ പരിശോധന നടത്തിയാണ് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചത്. സർക്കാർ തലത്തിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ വിഷയത്തെ രാഷ്ട്രീയ ലാഭത്തിനുവേണ്ടി ഉപയോഗിക്കാനാണ് സ്ഥലം എംഎൽഎ മഞ്ഞളാംകുഴി അലി ശ്രമിച്ചത്. തൃശൂർ വെടികെട്ട് അപകടവുമായി ചേർത്തുവച്ച് മതപരമായ ചേരിതിരിവുണ്ടാക്കാനും ലീഗ് ശ്രമിച്ചു. ഏത് വിഷയത്തെയും മതപരമായ കണ്ണിലൂടെ കാണുന്ന ഈ നീക്കം മതനിരക്ഷേപ സമൂഹത്തിൽ അത്യന്തം അപകടകരമാണ്. ദുരന്തമുണ്ടായ നിമിഷം മുതൽ സർക്കാർ സംവിധാനങ്ങൾ ക്രിയാത്മകമായാണ് ഇടപെട്ടത്. അപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അതിവേഗം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ ഉറപ്പാക്കാനും സർക്കാർ ഫലപ്രദമായി ഇടപെട്ടു. മന്ത്രിമാർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ചാണ് നടപടികൾ വേഗത്തിലാക്കിയത്. ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത മരിച്ച 5 പേർക്ക് 10 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ചത്. ചികിത്സയിൽ കഴിയുന്ന മുഹമ്മദ് ഷഹാദിന്, മസ്നീന്, മുഹമ്മദ് ഫാഹിസ് എന്നിവരുടെ ചികിത്സാചെലവ് സർക്കാർ വഹിക്കും. ഇൻഷുറൻസ് പരിരക്ഷയുള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പുറമെ ചികിത്സയ്ക്ക് തുക ചെലവായിട്ടുണ്ടെങ്കിൽ പ്രസ്തുത തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. ദുരന്തബാധിതരെ എല്ലാ അർത്ഥത്തിലും ചേർത്തുപിടിച്ച സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുന്നതായി ജില്ലാ സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. നമ്മൾ